Geometrical optics 44 രണ്ട് മൂന്ന് ചോദ്യം റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഫസ്റ്റ് വൺ, അത് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് പ്ലേലിസ്റ്റ് നോക്കി ബേസിക്സ് ഒക്കെ റിഫ്രാക്ഷൻ്റെ ഒക്കെ പഠിച്ചിട്ട് നോക്കുക. The figure shows a ray of light incident at 45 degree at an air-to-glass interface. Air-to-glass interface. Question A. Complete the diagram. Also calculate the angle of refraction. Question B. Suppose the light be incident at the angle 45 degree from glass to air. Draw the path of the light ray. A refractive index of glass is 1.5. ഇതാ തന്നിരിക്കുന്നത് എയർ ടു ഗ്ലാസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മീഡിയം എയറാണ്, സെക്കൻഡ് മീഡിയം ഗ്ലാസ്സാണ്. അതിൽ ഇൻസിഡൻറ്റ് റേ വരച്ച് തന്നിട്ടുണ്ട് ഫിഗറിൽ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ റെയർ ചെയ്യുന്ന ഡെൻസറിലോട്ടാണ് വരുന്നത്. ഈ വരുന്ന ലൈറ്റിൻ്റെ ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, ഒരു പാർട്ട് റിഫ്രാക്റ്റ് ചെയ്ത് ഗ്ലാസ്സിലോട്ട് കയറും. അതായത് നമ്മൾ സാധാരണ റിഫ്രാക്ഷൻ പഠിക്കുമ്പോൾ ഈ വീഴുന്ന ലൈറ്റും അതിൻ്റെ റിഫ്രാക്റ്റഡ് റേ മാത്രമേ പറയാറുള്ളൂ. സത്യത്തിൽ സംഭവിക്കുന്നത് വീഴുന്ന ലൈറ്റിൻ്റെ ഏതാണ്ട് 50% റിഫ്ലക്റ്റ് ചെയ്തു പോവും, 50% റിഫ്രാക്റ്റ് ചെയ്തു പോവും. അങ്ങനെ ഒരു പ്ലെയിൻ ഗ്ലാസ്സിലോട്ട് നോക്കിയാൽ നമ്മുടെ മുഖം അതിനകത്ത് കാണാം, മറുവശത്ത് നിൽക്കുന്നവർക്കും നമ്മുടെ മുഖം കാണാം. അതിൻ്റെ അർത്ഥം നമുക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്, നമ്മളിൽ നിന്നുള്ളതായിട്ട് ഇത് കടന്ന് റിഫ്രാക്റ്റ് ചെയ്ത് മറുവശത്തേക്ക് പോകുന്നുണ്ട്, രണ്ടും നടക്കുന്നുണ്ട്. പക്ഷേ റിഫ്രാക്ഷൻ്റെ തിയറി നമ്മൾ പഠിക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ മാത്രം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റേ ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചാൽ ഇത്രയും തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പാർട്ട് റിഫ്ലക്ഷനായിട്ട് പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആണ്. അപ്പോൾ ഇത് 45 ആയതുകൊണ്ട് ഇതും 45 ആണ്. ഒരു പാർട്ട് റിഫ്രാക്റ്റ് ചെയ്ത് ഈ സെക്കൻഡ് ഗ്ലാസ്സിലോട്ട് കയറും. അപ്പോൾ ഇത് ആ ഫിഗർ വരയ്ക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് മീഡിയം, ഏത് മീഡിയത്തിലാണോ ഇൻസിഡൻറ്റ് റേ വരയ്ക്കുന്നത് അതാ ഫസ്റ്റ് മീഡിയം. ഇത് ഫസ്റ്റ് മീഡിയം എയറാണ്. അപ്പോൾ അതിൻ്റെ μ1 ഈസ് 1. സെക്കൻഡ് മീഡിയം ഗ്ലാസ്സാണ്, μ2 ഈസ് 1.5 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. സ്നെൽസ് ലോ ഉപയോഗിക്കാം. sin I by sin r ഈക്വൽസ് μ2 by μ1. ദറ്റ് ഈസ് 1.5 by 1. Therefore sin r equals sin I by 1.5. That is sin I is 45 degree by 1.5. ഇവിടുന്ന് r കാണാം. സൈൻ ഇൻവേഴ്സ് ഇത് 28 ഡിഗ്രി. ഇനിയും ചോദിച്ചിരിക്കുന്നത് ഗ്ലാസ് ടു എയർ. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് ലൈറ്റ് ഈ 45 ഡിഗ്രിയിൽ വിടുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് നിശ്ചയിക്കാനൊക്കത്തുള്ളൂ, പോയില്ലെന്നുള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഫോർമുല സൈൻ സി ഈക്വൽസ് മ്യൂ ഓഫ് ദി റെയറർ മീഡിയം ബൈ മ്യൂ ഓഫ് ദി ഡെൻസർ മീഡിയം, മ്യൂ റെയറർ ബൈ മ്യൂ ഡെൻസർ. ഇവിടെ ഇപ്പോൾ മ്യൂ റെയറർ 1 ബൈ മ്യൂ ഡെൻസർ ഈസ് 1.5. അപ്പോൾ സൈൻ സി ഈസ് 1 by 1.5. അവിടുന്ന് സി കണ്ടുപിടിക്കാം, 48 ഡിഗ്രി എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട്, ഗ്ലാസ് ടു എയർ ഇൻ്റർഫേസിലാണ് വീഴുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയേ ഉള്ളൂ. 42 ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിൽ ലൈറ്റ് വീണാൽ വീഴുന്ന ലൈറ്റ് മുഴുവൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് തിരിച്ച് ഗ്ലാസ്സിലോട്ട് തന്നെ ഇഞ്ഞ് പോരും. അപ്പോൾ ഇതാ ഫിഗർ. ഇവിടെ മുഴുവൻ ഇൻസിഡൻറ്റ് ലൈറ്റും റിഫ്ലക്റ്റ് ചെയ്തു പോകും. സെക്കൻഡ് മീഡിയത്തിലോട്ട് റിഫ്രാക്ഷൻ നടക്കില്ല. റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് വരുന്നത് പോലെ അല്ല. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് വിടുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനൊക്കെ കൂടുതലാണെങ്കിൽ ഇൻസിഡൻറ്റ് എനർജി മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്തിഞ്ഞ് പോരും. അതുകൊണ്ട് അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റഡ് റേ ഒന്നും ഉണ്ടാവില്ല, ഇത് മുഴുവൻ ഇഞ്ഞ് റിഫ്ലക്റ്റ് ചെയ്ത് പോരും.
Another one. A ray of light is incident on a plane surface separating two transparent media of refractive indices 1.6 and 1.4. The angle of incidence is 30 degree and the ray originates in the medium of higher refractive index. Calculate A, the angle of refraction, B, the angle of deviation. രണ്ട് മീഡിയ, ഒന്നിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 മറ്റേ 1.4 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1.6ൻ്റെ മീഡിയത്തിലാണ് ഇൻസിഡൻറ്റ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി. ഇത് ഇങ്ങോട്ട് കയറിച്ച് റിഫ്രാക്റ്റ് ചെയ്ത് പോകും. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R, നോർമലും റിഫ്രാക്റ്റീവ് റേയും തമ്മിലുള്ള ആംഗിൾ. ആദ്യം നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സൈൻ I ബൈ സൈൻ R ഈക്വൽസ് μ2 ബൈ μ1. Therefore sin R ഈക്വൽസ് μ1 ഇൻറ്റു സൈൻ I ബൈ μ2 ഓർ സൈൻ R ഈക്വൽസ് μ1, ഇവിടെ μ1 1.6 ഇൻറ്റു സൈൻ 30 ബൈ μ2 ഈസ് 1.4. That is 0.8 by 1.4. From which R is സൈൻ ഇൻവേഴ്സ് 0.8 by 1.4, അത് 34.8 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ഒരാൻസർ, എയുടെ ആൻസർ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇതാ, റിഫ്രാക്റ്റഡ് റേയുടെ ഡയറക്ഷൻ ഇതാ. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡി ആംഗിളാണ്. ഇങ്ങനെ പോവേണ്ടിയിരുന്ന ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതാ ഡീവിയേഷൻ ഇതാ നമുക്ക് കാണേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഡി ആണെങ്കിൽ ഇത് ഡി ആണ്, ഇത് ആറാണ് എങ്കിൽ ഈ ആംഗിൾ എക്സ് എന്നിരിക്കട്ടെ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ 90 മൈനസ് ആറാണ്. ഇത് എക്സ് ഈക്വൽസ് 90 മൈനസ് ആറ്. ഇത് എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഇത് ഡി, ഇതും ഡി, ഇത് ഐ, എല്ലാം 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടണമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് ഡി പ്ലസ് 30 ഈക്വൽസ് 90. എക്സ് എന്ന് പറഞ്ഞാൽ 90 മൈനസ് ആറ്. അപ്പോൾ 90 മൈനസ് ആർ പ്ലസ് ഡി പ്ലസ് 30 ഈക്വൽസ് 90. രണ്ട് സൈഡിൽ നിന്ന് 90 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 0 മൈനസ് ആർ പ്ലസ് ഡി പ്ലസ് 30 ഈക്വൽസ് 0 ഓർ ഡി ഈക്വൽസ് ആർ മൈനസ് 30, അല്ലെ ഡി ഈക്വൽസ് ആർ മൈനസ് ഐ. അപ്പോൾ ഈ പ്ലെയിൻ സർഫസിൽ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് ലൈറ്റ് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഡീവിയേഷൻ ഡി ഈക്വൽസ് ആർ മൈനസ് ഐ. തിരിച്ചാണ് ഐ മൈനസ് ആർ. അപ്പോൾ ഡി ഈക്വൽസ് ആർ മൈനസ് ഐ. ഇവിടെ ആറ് 34.8 മൈനസ് ഐ ഈസ് 30 ഈക്വൽസ് 4.8 ഡിഗ്രി. Another one. Two identical beakers, one filled with carbon disulfide of refractive index 1.63 and the other with water of refractive index 1.33 are viewed from above. A, which beaker appears to contain the greater depth of liquids? B, what is the ratio of the apparent depths? ഇത് ബീക്കറിൻ്റെ ചൂടാന്നിരിക്കട്ടെ, ബോട്ടം. ഇത് ലിക്വിഡ് ലെവല്. ഇതാപ്പോൾ റിയൽ ഡെപ്ത്ത് ഡി, റിയൽ ഡി ആർ. റിഫ്രാക്ഷൻ കൊണ്ട് ഇതപ്പോൾ ഉയർന്ന് കാണും, ബോട്ടം അല്പം ഉയർന്ന് കാണും. ഇത് അപ്പാരൻറ്റ് ഡെപ്ത്ത്. എങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈക്വൽസ് ഡി റിയൽ ബൈ ഡി അപ്പാരൻറ്റ്. Therefore D apparent equals D real by mu.
വാട്ടറിൻ്റെ മ്യൂ ആ കുറവ് ഇവിടെ. വാട്ടറിൻ്റെ മ്യൂ 1.33, കാർബൺ ഡൈസൾഫൈഡിൻ്റെ 1.63. വാട്ടറിൻ്റെ മ്യൂ കുറവായതുകൊണ്ട് വാട്ടറിന് അപ്പാരൻ്റ് ഡെപ്ത് കൂടുതൽ. അപ്പാരൻ്റ് ഡെപ്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെപ്തിൽ ലിക്വിഡ് ഉണ്ടെന്ന് വാട്ടറിനകത്ത് തോന്നുന്നു, വാട്ടർ ഇരിക്കുന്ന ബീക്കറിൽ തോന്നുന്നു. അപ്പോൾ since mu of water is less than mu of carbon disulfide, the beaker containing water appears to contain more liquids. അപ്പാരൻ്റ് ഡെപ്ത് അവിടെ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ലിക്വിഡ് ഉണ്ടെന്ന് നമുക്ക് തോന്നും കാർബൺ ഡൈസൾഫൈഡിനെ അപേക്ഷിച്ച്. അതാണ് ആൻസർ. അപ്പോൾ സിൻസ് mu water is less than mu of carbon disulfide, the beaker containing water appears to contain more liquids. ഇനിയും ഈ രണ്ടിൻ്റെ അപ്പാരൻ്റ് ഡെപ്തുകൾ തമ്മിലുള്ള റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡി അപ്പാരൻ്റ് ഈക്വൽസ് ഡി റിയൽ ബൈ മ്യൂ ആണ്. അപ്പോൾ ഡി apparent of water by d apparent of carbon disulfide equals d apparent of water എന്ന് പറഞ്ഞാൽ d real by mu of water divided by d apparent of carbon disulfide എന്ന് പറഞ്ഞാൽ dr by mu carbon disulfide. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ആവില്ല. അപ്പോൾ mu of carbon disulfide by ഡി റിയൽ. രണ്ട് ഡി റിയലും സെയിമാണ്, കാരണം രണ്ടും ഐഡൻറ്റിക്കൽ ബീക്കേഴ്സാണെന്ന് പറയുന്നുണ്ട്. ഒരേ ഹൈറ്റിലല്ല വാട്ടർ കാർബൺ ഡൈസൾഫൈഡ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി റിയൽ രണ്ട് കേസിലും സെയിമാണ്. അപ്പോൾ ഡി റിയൽ ക്യാൻസൽ ചെയ്യും, പോയിട്ട് അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് വാട്ടർ ബൈ അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ഈക്വൽസ് മ്യൂ ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ബൈ, ഇത് ഡി ആർ വെട്ടിക്കഴിഞ്ഞാൽ മ്യൂ ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ബൈ മ്യൂ ഓഫ് വാട്ടർ എന്ന് വരും. That is 1.63 by 1.33. That is 1.22. That is the ratio. Thank you. അപ്പോൾ പോസിങ്സ് നോക്കി തിയറി പഠിച്ചിട്ട് കാണുക.